സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഈ ചിത്രത്തിൽ കാണുന്ന ആളെ അത്ര പെട്ടെന്നൊന്നും ആരും മറക്കാനിടയില്ല. ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷയായിരുന്ന മനുഷ്യൻ. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും സങ്കടമാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ ബാബറി മസ്ജിദ് കേസിൽ സ്വന്തം വിധിയെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രചൂഡ്. അയോധ്യയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് പണിതത് എന്നാണ് ചന്ദ്രചൂഡ് ഇപ്പോൾ പറയുന്നത്. അതിന് തെളിവുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മസ്ജിദ് നിർമ്മിക്കാൻ ക്ഷേത്രം പൊളിച്ചതിന് തെളിവില്ല എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. ആ വിധിയിലാണ് ചന്ദ്രചൂഡിന് പുതിയ വെളിപാട് വന്നിരിക്കുന്നത് എന്ന് പറയാം. ന്യൂസ് ലോണ്ടറി ഡിജിറ്റൽ ന്യൂസ് മീഡിയയിലെ ശ്രീനിവാസ ജെയിനുമായുള്ള അഭിമുഖത്തിലാണ് ചന്ദ്രചൂഡിന്റെ പുതിയ നിലപാട് വന്നത്. ചന്ദ്രചൂഡിനുള്ളിലെ ഹിന്ദുത്വവാദി പുറത്തു വന്നു എന്നാണ് ഈ അഭിമുഖം കണ്ട പലരും അഭിപ്രായപ്പെട്ടത്. ജോൺ ബ്രിട്ടാസ് MP ഈ വിഷയത്തിൽ വിശദമായ ഒരു ലേഖനം ദേശാഭിമാനിയിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത്. ബാബറി മസ്ജിദ് തകർത്ത ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ദാരുണമായ സംഭവം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ജോൺ ബ്രിട്ടാസ്. ലേഖനത്തിൽ 3 കാര്യങ്ങളിലൂടെയാണ് ബ്രിട്ടാസ് കടന്നുപോകുന്നത്. 1, ചന്ദ്രചൂഡ് എന്ന വ്യക്തിയുടെ പൊയ്മുഖം. 2, കോടതികളിൽ പോലും അഭയം പ്രാപിക്കാൻ കഴിയാത്ത ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ. 3, മാധ്യമങ്ങൾക്ക് സംഭവിച്ച മൂല്യച്യുതി. ഇതിനെല്ലാം ബാബറി മസ്ജിദ് വിധിയിലെ ചന്ദ്രചൂഡിന്റെ പുതിയ പരാമർശത്തിലൂടെ പുനർവായന നടത്തുകയാണ് ജോൺ ബ്രിട്ടാസ്. അക്ഷരാർത്ഥത്തിൽ ചന്ദ്രചൂഡിനെ പൊളിച്ചെടുക്കുകയാണ് ബ്രിട്ടാസ് എന്ന് പറയാം. പതഞ്ഞു പൊങ്ങിയ വീഞ്ഞും നഗ്നനായ ചന്ദ്രചൂഡും എന്ന പേരിലാണ് ബ്രിട്ടാസിന്റെ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. വിവാദപരമായ അയോധ്യ വിധിക്ക് ശേഷം ദില്ലി നഗരത്തിലെ ഏറ്റവും മുന്തിയ നക്ഷത്ര ഹോട്ടലായ താജിൽ 5 ജസ്റ്റിസുമാരുടെ തീന്മേശയിൽ പതഞ്ഞു പൊങ്ങിയ വീഞ്ഞിന് പിന്നിലെ രഹസ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മുഖ്യ ന്യായാധിപനായിരുന്ന DY ചന്ദ്രചൂഡ് ഒരു അഭിമുഖത്തിൽ സ്വയം നഗ്നനാകാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയ്ക്കാണ് അടിവരയിടപ്പെട്ടത്. ന്യൂസ് ലോണ്ടറി എന്ന ബദൽ ഡിജിറ്റൽ മാധ്യമത്തിന് വേണ്ടി മുമ്പ് NDTVയിൽ അവതാരകനായിരുന്ന ശ്രീനിവാസ ജെയിൻ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ അഭിമുഖം ചെയ്തതാണ് ഈ ലേഖനത്തിന്റെ ഇതിവൃത്തം. പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് പത്രപ്രവർത്തനം പോയി മറിഞ്ഞിട്ട് കാലമേറെ ആയതുകൊണ്ട് ഇതുപോലുള്ള സമാന്തര ഡിജിറ്റൽ മാധ്യമങ്ങളെയാണ് ശരാശരി ഇന്ത്യക്കാരൻ ഇന്നത്തെ വാർത്തകൾക്കായി ആശ്രയിക്കുന്നത്. 5-അംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ 2019 വിവാദ അയോധ്യ വിധിയാണ് അഭിമുഖത്തിൽ പ്രധാനമായും പരാമർശിച്ചത്. അന്നത്തെ മുഖ്യ ന്യായാധിപൻ രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിൽ ചന്ദ്രചൂഡും അംഗമായിരുന്നു. ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, അശോക് ഭൂഷൺ, S അബ്ദുൽ നാസിർ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. ബാബറി മസ്ജിദ് തകർത്തത് കൊടും ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടെത്തിയിട്ടും പള്ളിയിരുന്ന സ്ഥലം തകർത്തവർക്ക് തന്നെ കൈമാറുക എന്ന വൈരുദ്ധ്യമാണ് വിധിയിൽ പ്രതിഫലിച്ചത്. സാധാരണഗതിയിൽ 5-അംഗ ബെഞ്ചിന് വേണ്ടി വിധി പ്രസ്താവം തയ്യാറാക്കിയ ജഡ്ജിയുടെ പേര് വിധിയുടെ താഴെ കൊടുക്കാറുണ്ട്. എന്നാൽ അയോധ്യ വിധിയിൽ എന്തുകൊണ്ടോ ആ ഭാഗം ശൂന്യമായി കിടന്നു. എങ്കിലും ഈ വിധിയുടെ സൂത്രധാരൻ DY ചന്ദ്രചൂഡാണെന്നുള്ള ഊഹാപോഹങ്ങളും അനുമാനങ്ങളും നിയമവൃത്തങ്ങളിൽ കെട്ടിക്കിടന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ശ്രീനിവാസ ജെയിൻ തന്റെ അഭിമുഖത്തിൽ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത്. രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസ് അടിസ്ഥാനപരമായി ഉടമസ്ഥാവകാശം മുൻനിർത്തിയുള്ളതായിരുന്നു. എന്നാൽ അത് പിന്നീട് വിശ്വാസവീതിയിലേക്ക് വ്യതിചലിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അഭിമുഖത്തിലെ ചോദ്യങ്ങൾ കരുതലോടെ ശ്രീനിവാസൻ മുന്നോട്ട് വെച്ചത്. 1949 ഹിന്ദു വർഗീയവാദികൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ, അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് എന്ന് ബ്രാക്കറ്റിൽ ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ബാബറി മസ്ജിദിലേക്ക് രാമവിഗ്രഹം ഒളിച്ചു കടത്തിയത് ആരാധനാലയത്തിനേറ്റ കളങ്കമല്ലേ എന്ന് ചോദിച്ചയുടൻ ചന്ദ്രചൂഡ് തന്റെ വിധിയെപ്പോലും നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നു. ക്ഷേത്രം പൊളിച്ചു പണിതതാണ് ബാബറി മസ്ജിദ് എന്ന കളങ്കം വിസ്മരിച്ചുകൊണ്ട് തങ്ങൾക്ക് വിധി പറയാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 1045 പേജ് വരുന്നതാണ് അയോധ്യ വിധി. അതിലെവിടെയാണ് അമ്പലം പൊളിച്ച് പള്ളി പണിതതിനെ കുറിച്ച് പറയുന്നത് എന്നായി അഭിമുഖകാരൻ. മാത്രമല്ല, ബാബറി പള്ളി പണിയുന്നതിന് 400 വർഷം മുമ്പുണ്ടായിരുന്ന ഏതോ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തെക്കുറിച്ച് മാത്രമല്ലേ പൊതുവായ വിദഗ്ധ അനുമാനങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യ ന്യായാധിപനായിരുന്ന ഒരു വ്യക്തിയുടെ പൊയ്മുഖമാണ് അഴിഞ്ഞു വീണത് എന്ന് ബ്രിട്ടാസ് എഴുതുന്നു. 2 കെട്ടിടങ്ങൾക്കിടയിലെ ദൂരം
400 വർഷമാണെങ്കിൽ അതിലേക്ക് പോകുന്നതിൻ്റെ നിരർത്ഥകത കൂടി സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിച്ചിരുന്നു. വസ്തുതകളല്ല, വികാരം മാത്രമാണ് വിധിയുടെ ആത്യന്തിക ദിശയെ നിർണയിച്ചതെന്ന നിയമവൃത്തങ്ങളുടെ വിമർശനങ്ങൾ ശരിയാണെന്ന് ചന്ദ്രചൂഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതിലേക്കാണ് അഭിമുഖം എത്തി നിന്നത്. ഉദാര മനസ്ഥിതിക്കാരനെന്ന പുറംമൂടിക്കുള്ളിൽ ചന്ദ്രചൂഡ് കടുത്ത വർഗീയത ഒളിച്ചു വെച്ചിരുന്നു എന്ന വസ്തുത മിഴിവോടെ പുറത്തുവരാൻ അദ്ദേഹത്തിന്റെ മറ്റു ചില പരാമർശങ്ങളും വഴിവെച്ചു. ബാബറി മസ്ജിദ് തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. ബാബറി മസ്ജിദ് ഒഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ആരാധനാലയങ്ങളും 1947 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നു അതുപോലെ സംരക്ഷിക്കപ്പെടണം എന്നതായിരുന്നു ആ നിയമത്തിന്റെ അകക്കാമ്പ്. എന്നാൽ ചന്ദ്രചൂഡ് മുഖ്യ ന്യായാധിപനായിരിക്കെ വാരാണസിയിൽ ഗ്യാൻവാപ്പി സർവേ ചെയ്യണം എന്ന ഹിന്ദു വർഗീയവാദികളുടെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തു. 91 നിയമപ്രകാരം കുടത്തിലടച്ച് ഭൂതത്തെ അദ്ദേഹം തുറന്നുവിടുകയായിരുന്നു. സർവേ നടത്തുന്നത് നിയമത്തിന്റെ ലംഘനമല്ലല്ലോ എന്നായിരുന്നു അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ ന്യായീകരണം. ഈ ന്യൂസ് ലോണ്ടറിയിലെ അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് ചോദിച്ചത് ഇങ്ങനെയാണ്: സർവേ നടത്തുന്നത് നിയമത്തിന്റെ ലംഘനമല്ലല്ലോ എന്നായിരുന്നു. ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം നിർണയിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ മറ്റെന്തെങ്കിലും വിശ്വാസധാരയുടെ ചരിത്രശേഷിപ്പുകൾ ഉണ്ടോ എന്നതടക്കം നിർണയിക്കാൻ സർവേ നടത്തുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ചന്ദ്രചൂഡ് അക്ഷരാർത്ഥത്തിൽ പതറി. യഥാർത്ഥത്തിൽ ഗ്യാൻവാപ്പിയിൽ സർവേ നടത്താനുള്ള അനുമതിയോടെ ഉത്തരേന്ത്യയിൽ ആകമാനം ഒരിക്കൽ കൂടി വർഗീയ രഥയോട്ടത്തിനുള്ള രാജപാതയാണ് ചന്ദ്രചൂഡ് ഒരുക്കിക്കൊടുത്തത് എന്നാണ് ബ്രിട്ടാസ് എഴുതുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ 2 പുരാവസ്തു വിദഗ്ധരാണ് സുപ്രിയ വർമ്മയും ജയ മേനോനും. അവർ ഇരുവരും അയോധ്യയിലെ പര്യവേഷണത്തെക്കുറിച്ചുള്ള നിഗമനങ്ങൾ അലഹബാദ് കോടതിയിലും സുപ്രീം കോടതിയിലും സമർപ്പിച്ചിരുന്നു. ഇരു കോടതികളിലും അവരെ സാക്ഷികളായി വിസ്തരിക്കുകയും ചെയ്തിരുന്നു. ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് കണ്ടെത്തിയ കെട്ടിടാവശിഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വാസ്തുവിദ്യ അനുസരിച്ചുള്ളതാണ് എന്നതായിരുന്നു അവരുടെ നിഗമനം. എന്നാൽ ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തെ പോലെയും ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയും RSSന്റെ പോഷക സംഘടനാ രൂപം ആർജിച്ചതോടെ ഇതുപോലുള്ള വിലപ്പെട്ട കണ്ടെത്തലുകളൊക്കെ അധികാരത്തിന്റെ മർക്കട മുഷ്ടിയിലൂടെ തമസ്കരിക്കപ്പെട്ടു. നമ്മുടെ കോടതികളുടെ അപകടകരമായ വ്യതിചലനവും ജഡ്ജിമാരുടെ പ്രത്യയശാസ്ത്ര ചേർന്ന് നിൽക്കലുകളും ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരമാണ് ശ്രീനിവാസ ജെയിന്റെ അഭിമുഖം നമുക്ക് സമ്മാനിക്കുന്നത് എന്നാണ് ബ്രിട്ടാസ് എഴുതുന്നത്. കലുഷിതമായ ഇന്ത്യയിൽ ഭരണഘടനയെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്നവരുടെ ഏക അത്താണി സുപ്രീം കോടതിയാണ്. എന്നാൽ പരമോന്നത നീതിപീഠം അമിതാധികാര പ്രത്യയശാസ്ത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അത് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതം വലുതായിരിക്കുമെന്ന് ബ്രിട്ടാസ് എഴുതുകയാണ്. ഒപ്പം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1993 ജനുവരി 7 സുപ്രീം കോടതി അയോധ്യയ്ക്ക് മേൽ നടത്തിയ ചില പരാമർശങ്ങൾ ചന്ദ്രചൂഡുമാരുടെ കാതിൽ പ്രതിധ്വനിക്കേണ്ടിയിരുന്നു. അന്ന് നരസിംഹറാവു ഗവൺമെന്റ് ഭരണഘടനയുടെ 143(1) പ്രകാരം അയോധ്യ വിഷയത്തിൽ അഭിപ്രായം തേടി സുപ്രീം കോടതി സമീപിച്ചിരുന്നു. അതായത് രാഷ്ട്രപതിയുടെ റഫറൻസ് പ്രകാരം. അത് കയ്യോടെ സുപ്രീം കോടതി മടക്കി. രാഷ്ട്രപതിയുടെ റഫറൻസ് അനാവശ്യവും അതിര് കടന്നതുമാണെന്ന് തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം കോടതികളിൽ വിചാരണയ്ക്കിരിക്കുമ്പോൾ മുൻവിധി സൃഷ്ടിക്കുന്ന രീതിയിൽ തങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുമാണ് റഫറൻസ് തിരിച്ചയച്ചുകൊണ്ട് സുപ്രീം കോടതി അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയത്. 1993 വിവാദ അയോധ്യ വിധി വന്ന 2019 ഇടയ്ക്കുള്ള 2.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ എങ്ങനെയാണ് നമ്മുടെ പരമോന്നത നീതിപീഠം ഇതുപോലെ ഗർത്തത്തിലേക്ക് പതിച്ചത് എന്ന് ബ്രിട്ടാസ് ലേഖനത്തിൽ ചോദിക്കുന്നു. ഇത് കോടതികൾക്ക് മാത്രം സംഭവിച്ച വ്യതിയാനമല്ല. നോം ചോസ്കിയുടെ സമ്മതിയുടെ നിർമ്മിതി ജനാധിപത്യത്തിന്റെ 4 നെടുന്തൂണുകളെ ബാധിച്ചിട്ടുണ്ട്. ബാബറി പള്ളിയുടെ തകർക്കലിനെ ജനാധിപത്യത്തിനേറ്റ തീരാകളങ്കമെന്ന് മുഖപ്രസംഗം എഴുതിയ അതേ പത്രങ്ങൾ പതിറ്റാണ്ട് കഴിഞ്ഞ് വിവാദ അയോധ്യ വിധിയെ ജനാധിപത്യത്തിന്റെ വിജയഭേരിയായി ചിത്രീകരിച്ചത് ഈ വേളയിൽ സ്മരിക്കട്ടെ എന്നാണ് ബ്രിട്ടാസ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് വന്ന മൂല്യച്യുതി, അവരുടെ നിലപാടുകളിൽ വന്ന മാറ്റത്തെയാണ് ബ്രിട്ടാസ് ലേഖനത്തിന്റെ ഈ ഭാഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചന്ദ്രചൂഡ് തന്റെ പക്ഷപാതത്തിന്റെ നഗ്നത ഇതിനു മുമ്പും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ബ്രിട്ടാസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയോധ്യ വിധി പറയും മുമ്പ് മാർഗനിർദ്ദേശത്തിന് താൻ ദൈവത്തിന്റെ സഹായമാണ് തേടിയതെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഏതൊരു ന്യായാധിപനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഭരണഘടന മുൻനിർത്തിയാണ്. ആ ഭരണഘടന മാത്രമാണ് ന്യായാധിപന് ദിശാബോധം പകരേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയായ നിയമജ്ഞർ അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു.
സുപ്രീം കോടതിയിൽ മുഖ്യ ന്യായാധിപനായിരിക്കുമ്പോഴാണ് സ്വന്തം വസതിയിലേക്ക് ഗണേശ പൂജയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയെ ആനയിച്ചു കൊണ്ടുവന്നത്. ഗവൺമെന്റിനും ജുഡീഷ്യറിക്കും ഇടയിലുള്ള അന്തരം എന്നു കുറയുന്നു അന്ന് സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ആപ്തവാക്യം അസ്തമിക്കുമെന്ന സ്വന്തം പിതാവിന്റെ വാക്കുകൾ പോലും അദ്ദേഹം വിസ്മരിച്ച വേളയായിരുന്നു അതെന്നാണ് ബ്രിട്ടാസ് എഴുതുന്നത്. ആചാരവിശ്വാസങ്ങളിൽ ഏർപ്പെടാൻ ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. തന്റെ വസതിയിലെ സ്വകാര്യ പൂജാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹത്തിന് ചോദിക്കാം. വേണമെങ്കിൽ തർക്കത്തിനായി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നാൽ എന്തിനാണ് ഇത് ക്യാമറയിൽ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താൻ പ്രധാനമന്ത്രി കാര്യാലയത്തിന് അനുമതി നൽകിയത് എന്ന ചോദ്യത്തോട് എങ്ങനെയായിരിക്കും ചന്ദ്രചൂഡ് പ്രതികരിക്കുക എന്നാണ് ബ്രിട്ടാസ് ലേഖനത്തിൽ ചോദിക്കുന്നത്. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി 5 നൂറ്റാണ്ട് തലയുയർത്തി നിന്നിരുന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ അന്തരീക്ഷത്തിൽ ധൂളികളായി ലയിച്ചതിന് 33 വർഷം മുമ്പ് ഈ ലേഖകൻ സാക്ഷ്യം വഹിച്ചിരുന്നു എന്ന് ബ്രിട്ടാസ് എഴുതുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബ്രിട്ടാസ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ്. അന്ന് ദേശാഭിമാനിയിൽ എഴുതിയ വാർത്തയുടെ ശകലം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് ബ്രിട്ടാസ് എഴുതുകയാണ്. മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയാണ് ഡിസംബറിന്റെ ശൈത്യത്തിലെ ആ പുലർവേളയിൽ അയോധ്യയിലേക്ക് യാത്ര ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ആരും നനച്ചില്ല എന്നതായിരുന്നു അതിലെ ഒരു വരി. എന്നാൽ അതിലേറെ ആഘാതം സൃഷ്ടിക്കുന്ന വിധിന്യായങ്ങളാണ് ചന്ദ്രചൂഡുമാരുടെ പതഞ്ഞു പൊങ്ങുന്ന വീഞ്ഞിന് പിന്നിൽ പതിയിരിക്കുന്നത് എന്ന് രാജ്യം ഇന്ന് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടാസ് ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്. വല്ലാത്തൊരു കാലത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം നമ്മളെല്ലാം കടന്നു പോകുന്നത്, ഇന്ത്യൻ ജനത കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ലേഖനമാണ് ബ്രിട്ടാസിൻ്റെത്. മൃദു ഹിന്ദുത്വം പരുവപ്പെടുത്തിയ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് തീവ്ര ഹിന്ദുത്വം കളിക്കാനെത്തിയപ്പോഴാണ് ഇതിനെല്ലാം തുടക്കമായത്. ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഇന്ത്യൻ മനസ്സുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ പ്രതീക്ഷകൾ ബാക്കിയാണ്. പുതുയുഗ പിറവിയുടെ അലയൊലികൾ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട്. അതിലേക്ക് ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.